ഭാര്യ നമ്മോടൊപ്പം വീണ്ടും ചേരുന്നുണ്ട്. സാധാരണഗതിയിൽ പോയി കഴിഞ്ഞാൽ എത്ര ദിവസം? ഒരാഴ്ചൻ്റെ ഉള്ളിൽ എത്തുന്ന ഒരാളാണ്. ഈ വാഹനത്തിൽ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടോ? എങ്ങനെയാണ്? എല്ലാം ഉണ്ട്. ഭക്ഷണമൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കും. സാഹചര്യം വരുമ്പോഴൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കുന്ന ഒരാളാണ്. അവസാനമായിട്ട് എപ്പോഴാണ് നിങ്ങളെ ഭാര്യനെ വിളിച്ചത്? ഞാൻ രാത്രി ഒരു 9:45 സമയത്താണ് ഞാൻ വിളിച്ചത്. രാത്രി 15-ന് രാത്രി 9 മണി ആ സമയത്താണ് ഞാൻ വിളിച്ചത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോകണം. അപ്പോൾ വണ്ടി ഓടിക്കുകയാണ്. രാത്രി ഫുള്ള് വണ്ടി ഓടിക്കുന്ന ഒരാളാണ്. രാവിലെ ഓടിക്കുകയല്ല, രാത്രി മരം വണ്ടി ആയതുകൊണ്ട് രാത്രിയാണ് ഓടിക്കാറ്. നാട്ടിലേക്ക് മടങ്ങി വരുവാണ്? മടങ്ങി വരികയാണ്. വണ്ടിയിൽ സാധാരണ വേറെ ആരും ഉണ്ടാവാറില്ല? ഇല്ല, വണ്ടിയിൽ ഉണ്ടാവാറില്ല. പ്രകാരം പറയുന്നത് റെസ്ക്യൂ പ്രവർത്തനത്തിലൊന്നും വലിയ പുരോഗതി കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും ഇന്നലെ എന്താണോ അവിടെ നടന്നത്, 1-2 റെസ്ക്യൂ വെച്ചിട്ട് മീൻസ് ഹിറ്റാച്ചി വെച്ചിട്ടാണ് അവർ വണ്ടി മീൻസ് ഇപ്പം ഇന്നലെ തന്നെ 6 ഹിറ്റാച്ച് ഉണ്ട് എന്നാണ് പറയുന്നത്. നിൽക്കുന്ന ആളാണ്, ഹസ്ബൻഡാണ്. ഒന്ന് കാര്യം പറയാം, അവിടുത്തെ എന്താണ് ഇപ്പോൾ ഉള്ള ഇപ്പോഴത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ സ്ഥിതി എന്താ? മാതൃഭൂമി ന്യൂസ് എന്നാണ് പറഞ്ഞോളൂ. ഇപ്പോഴത്തെ രക്ഷാപ്രവർത്തന സ്ഥിതി എന്ന് പറഞ്ഞാല്, ഞാനിപ്പോ നിങ്ങളുടെ ലൈവില് പോയിട്ടുണ്ടായിരുന്നു കുറച്ചു മുന്നേ, വിഷ്വൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴും ഇന്നലത്തെയും അതേ അവസ്ഥ തന്നെയാ. ഈ ഒരു രീതിയിലാണ് രക്ഷാപ്രവർത്തനമെങ്കിൽ ഈ ഒരു 10 ദിവസമെങ്കിലും എടുക്കും ഈ മണ്ണ് മുഴുവൻ എടുക്കണം. അതിന്റെ ഉള്ളിലുള്ള ആളെ എത്രയും പെട്ടെന്ന് രക്ഷിക്കാന്നുള്ളതാണ്. എന്താണ് അവിടുത്തെ ഗവൺമെന്റ് സംവിധാനങ്ങളൊക്കെ ഒഫീഷ്യൽസ് എന്താ പറയുന്നത്? ഇവിടെ ഒഫീഷ്യൽസ് ഒക്കെ പറയുന്നത് അവരിപ്പോഴും ഈ GPS അവിടെയാണോ ഇവിടെയാണോ, ഇനി ഞങ്ങൾ മിനിഞ്ഞാന്ന് മുതൽ പറയാൻ തുടങ്ങി ഇവരോട്. ഓരോ ആൾക്കാർ വരുമ്പോൾ ഓരോരുത്തർക്ക് പറയും എവിടെ GPS അവിടെ GPS, അവരെന്നിട്ട് ആരെന്ന് വിളിക്കും. അത് കഴിഞ്ഞു, അതോടെ കഴിഞ്ഞു. അവരൊരു കാര്യം ഒരു വാല്യം കൊടുക്കുന്നില്ല. മറ്റ് വാഹനങ്ങളും ഇല്ല അവിടെ, ഒറ്റപ്പെട്ട ഒരു വാഹനം മാത്രമല്ലല്ലോ. നമ്മളാണ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്തത്, അതുകൊണ്ടാണ് അത് അറിയാൻ പറ്റിയത്. അതിന്റെ ഉള്ളിൽ എത്ര വണ്ടികൾ ഉണ്ടെന്നൊന്നും ഇപ്പോഴും ആർക്കും അറിയില്ല. കാരണം നമ്മളെ വണ്ടി ഈ ഭാരത് ബെൻസിലെ വണ്ടി ആയതുകൊണ്ട് അത് അവിടെ ലൊക്കേഷൻ കാണിക്കുന്നു. വണ്ടി ഇന്നലെ വരെ ഓൺ ആണെന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റിയതുകൊണ്ടാണ് നമ്മൾക്ക് ഈ ഹോപ്പുള്ളത്. ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇവിടെ ഇപ്പൊ ഒരു വണ്ടിയിലാക്കി വന്നിട്ടുണ്ട്. അതിപ്പോ ആരാന്ന് തന്നെ എന്താണ് അറ്റ്ലീസ്റ്റ് ആ ഒരു എന്താണ് ആർമി അല്ലെങ്കിൽ നേവൽ ബേസിലൊക്കെ ഇന്നലെ ചെയ്യുന്നൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്രയും സ്പീഡ് ആക്കുന്നുള്ളത്. അല്ലാതെ ഈ ഒരു ഹിറ്റാച്ച് വെച്ചിട്ട് ഇനി ഒരു 10 ദിവസം കൊണ്ട് ചെയ്താലും അവിടെ ഒന്നും മാറ്റം വരാൻ പോകുന്നില്ല. കേരള ഗവൺമെന്റുമായിട്ട് സംസാരിച്ചു, മുഖ്യമന്ത്രിയുടെ ഓഫീസായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മന്ത്രി രാജൻ സാറിന്റെ ഓഫീസിൽ നിന്ന് PM-ന്റെ ഓഫീസിലേക്കൊക്കെ അവർ അയച്ചിട്ടുണ്ട്. റെസ്ക്യൂ ഒന്നും കൂടി സ്പീഡാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ രാഘവൻ സാറിൻ്റെ അടുത്താണ് നമ്മൾ ഇന്നലെ ആ സമയം മുതലാണ് നമുക്ക് സപ്പോർട്ടും കാര്യങ്ങളും കൂടുതൽ കിട്ടാൻ തുടങ്ങിയത്. പിന്നെ ഗണേഷ് സാറ് കോണ്ടാക്ട് ചെയ്തിട്ട് അവിടെ ആ വഴി ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്ക് റെസ്ക്യൂ സ്പീഡാക്കുക, കാരണം വൈകിട്ടായാൽ അവിടെ ഒന്നും നടക്കൂല. പിന്നെ മഴ കൂടുന്ന സമയത്ത് നമുക്കൊന്നും നടക്കൂല. ഇവര് വൈകിട്ട് റെസ്ക്യൂ ഇല്ലാത്തതിന് കാരണം പറയുന്നത് ലൈറ്റ് ഇല്ലെന്നാ. ഇത്രയും നിരുത്തരവാദികളായിട്ടുള്ള വാക്കുകളാണ് അവർ ഉപയോഗിക്കുന്നത്. ലൈറ്റ് ഇല്ല എന്ന് പറയും, എന്ത് ലോജിക്കാണ് ഉള്ളത് നോക്ക്. ഒരു മനുഷ്യ ജീവന് വില കൽപ്പിക്കാതെ 72 മണിക്കൂർ കഴിഞ്ഞ്, ഇന്ന് രാവിലെ 8:45 ആകുമ്പോഴേക്കും സംഭവം നടന്നിട്ട് 72 മണിക്കൂർ കഴിഞ്ഞ്. നമ്മൾ അവിടെ ഉണ്ടെന്ന് കാല് പിടിച്ച് പറഞ്ഞു. 2 തവണ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഇവർ കയറി ഇറങ്ങി. അതിലൊന്നും ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പൊ എന്ത് സംവിധാനമാണ് അവിടെ ഉള്ളത്? ഹിറ്റാച്ചി മാത്രമേ ഉള്ളൂ? ഹിറ്റാച്ചി എടുക്കുന്ന മണ്ണ് ഉണ്ടാവുള്ള ഒരു ലോറി ടിപ്പറുകളും ഉണ്ട്. അതല്ലാതെ വേറെ ഒരു സംഭവമില്ല. എത്ര ഹിറ്റാച്ചി ഉണ്ട്? ഇപ്പൊ 3 അപ്പുറത്തെ 2 കാണാം. കാരണം അപ്പുറവശത്തേക്ക് നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. ഇവിടെ മണ്ണടിഞ്ഞ് കിടക്കുന്നതിനോട് അപ്പുറം ഞങ്ങൾ 2 കാണുന്നുണ്ട്. ഇപ്പുറം ഒരു 3 ഉണ്ട്. അവിടെ കാലാവസ്ഥ പ്രതികൂലാണെന്നൊക്കെയാണ് പറയുന്നത്. എന്താ അവസ്ഥ അവിടെ നിലവിൽ? കാലാവസ്ഥ നല്ല മഴയാണ്.